പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നാലും ഇവൻ രോഗിക്ക് മുന്നിൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കൈ നീട്ടരുത്. അങ്ങനെ നീട്ടേണ്ട ഒരു അവസ്ഥ വന്നാൽ ഒന്നും നോക്കരുത്, പോയി അങ്ങ് ആത്മഹത്യ ചെയ്തേക്കണം. കാരണം ആത്മാഭിമാനം പണയം വെച്ച് ഒരിക്കലും ജീവിക്കരുത്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ്. അവിടെ ഒരു ഗ്രാമത്തിൽ ഭക്ഷണ വിതരണം നടത്തുന്നു. ആ വിതരണം നടത്തുന്ന സ്ഥലത്ത് ഭക്ഷണം വാങ്ങിക്കാൻ തൊപ്പിയൊക്കെ വെച്ച് ഒരു മുസ്ലിമായ വയോധികൻ ചെല്ലുന്നു. ബാക്കി നിങ്ങൾ കണ്ടു നോക്ക്, എന്നിട്ട് ബാക്കി ഞാൻ പറയാം. जय श्री राम, जय श्री कृष्ण, जय श्री राम, बोलो जय श्री राम। जय श्री राम मिलेगा तभी प्रसाद मिलेगा। എന്തൊരു മനുഷ്യരാണെന്ന് നോക്കണേ. ഒരു നേരത്തെ ആഹാരം കൊടുക്കുമ്പോൾ പോലും അതിൽ വരെ വർഗീയത കാണിക്കുന്നു. ഭക്ഷണം വിതരണം ചെയ്യുന്ന ആള് പറയുന്നത് ജയ് ശ്രീറാം എന്ന് പറഞ്ഞാൽ മാത്രമേ ഭക്ഷണം തരുള്ളൂ. പക്ഷെ ആ വയോധികനായ മനുഷ്യൻ അവര് ജയ് ശ്രീറാം എന്ന് വിളിക്കാൻ പറയുമ്പോൾ വളരെ ചിരിച്ചുകൊണ്ട് ജയ് ശ്രീറാം എന്ന് തിരിച്ചു വിളിക്കുന്നു. ആ മനുഷ്യൻ പേടിച്ചിട്ടോ അല്ലെങ്കിൽ വിശന്നിട്ടോ ആവാം അങ്ങനെ പറയുന്നത്. ശരിക്കും ഇങ്ങനെ മറ്റുള്ള മതത്തിൽപ്പെട്ട ആളുകളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ജയ് ശ്രീറാം എന്ന് വിളിപ്പിക്കുന്നത് കൊണ്ട് ഇവർക്ക് വല്ല പ്രത്യേകിച്ച് അനുഗ്രഹം വല്ല ദൈവം കൊടുക്കുന്നുണ്ടോ? കേരളത്തിൽ എന്റെ പ്രിയപ്പെട്ട ഹിന്ദു സഹോദരങ്ങളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ ഈ പ്രവൃത്തിയോട് അനുകൂലിക്കുന്നുണ്ടോ? ഈ ചെയ്തത് ശരിയാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? കേരളത്തിലെ ഒരു ഹിന്ദുക്കളും ഈ ചെയ്ത പ്രവൃത്തിയെ സപ്പോർട്ട് ചെയ്യില്ലെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. കാരണം ഇവിടെയുള്ള ഹിന്ദുക്കളെല്ലാം നല്ല മനുഷ്യപ്പറ്റുള്ളവരാണ്. അവരൊന്നും ഇങ്ങനെ ചെയ്യില്ല. നമ്മളോടൊന്നും ആരും ഇങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല, കാണിക്കുകയുമില്ല. കാരണം ഞങ്ങൾ ജീവിക്കുന്നത് കേരളത്തിലാണ്. ജയ് ശ്രീറാം എന്ന് വിളിക്കുന്നത് കൊണ്ടോ ജയ് കൃഷ്ണ എന്ന് വിളിക്കുന്നത് കൊണ്ടോ ഇവിടെ ആർക്കും യാതൊരു പ്രശ്നവുമില്ല. പ്രശ്നം വരുന്നത് എപ്പോഴാണെന്നറിയോ? അത് നിർബന്ധിപ്പിച്ച് വിളിപ്പിക്കുമ്പോഴാണ്. നമ്മൾ മലയാളികൾ ജയ് ശ്രീറാം എന്നും അസ്സലാമു അലൈക്കും എന്നും ഈശോ മിശിഹാക്ക് സ്തുതിയായിരിക്കട്ടെ എന്നും ഒക്കെ പറയും. ഇതൊക്കെ ആരും നമ്മളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് പറയിക്കുന്നതല്ല. ഇതൊക്കെ നമ്മൾ സ്വയം ഇഷ്ടത്തോടെ പറയുന്നതാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ കൂട്ടരങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഇത് ഏത് മതത്തിലായാലും, ഇസ്ലാമിലായാലും ക്രിസ്ത്യൻ മതത്തിലായാലും ബുദ്ധമതത്തിലായാലും ഹിന്ദു മതത്തിലായാലും ഏത് മതത്തിലായാലും ഇത് എതിർക്കപ്പെടേണ്ടതാണ്, തള്ളിക്കളയേണ്ടതാണ്. അങ്ങനത്തെ ഏത് വീഡിയോസുകൾ എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ അതിനെതിരെ പ്രതികരിക്കും. കാരണം ഒരു നേരത്തെ ഭക്ഷണത്തിൻ്റെ കാര്യമാണ്. ആ ഭക്ഷണം കിട്ടാതെ വിശന്ന് പാത്രവുമായി നമ്മളെ മുന്നിൽ കൈ നീട്ടുന്നവൻ ഹിന്ദുവാണോ മുസൽമാനാണോ ക്രിസ്ത്യാനിയാണോ ദളിതനാണോ ബുദ്ധനാണോ എന്നതിലല്ല പ്രസക്തി, വിശക്കുന്ന മനുഷ്യനാണോ എന്നതിലാണ് പ്രസക്തി. ഈ വിശക്കുന്ന മനുഷ്യനെ കൊണ്ട് നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടെ ദൈവത്തിൻ്റെ പേര് വിളിപ്പിച്ചാൽ ആ ദൈവം അത് സ്വീകരിക്കുമോ കൂട്ടരെ? അള്ളയായാലും ഭഗവാനായാലും ശ്രീരാമനായാലും ശ്രീകൃഷ്ണനായാലും യേശു ആയാലും ഇവരാരെങ്കിലും ഇത് സ്വീകരിക്കുമോ? നിർബന്ധപൂർവം ഭക്ഷണം മുന്നിൽ കാണിച്ചു കാണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്ത് ഗൗരവമുള്ള വിഷയമാണ് ഇതെന്ന്. ഇതാ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് കൂടി ഉണ്ടാവും, ഒന്നുകൂടെ കണ്ടു നോക്കിയാണ്. മനുഷ്യനെത്തുന്നു. നോക്കൂ, ഇസ്ലാം മതവിശ്വാസിയായ ആ മനുഷ്യനോട് ജയ് ശ്രീറാം വിളിച്ചാലേ ഭക്ഷണം നൽകുകയുള്ളൂ, ഭക്ഷണമല്ല പ്രസാദമാണത്, അത് നൽകുകയുള്ളൂ എന്ന് പറയുകയാണ്. ഒന്നല്ല, എത്ര തവണയാണ് പറയുന്നതെന്ന് നോക്കൂ. ജയ് ശ്രീറാം ഒടുവിൽ അദ്ദേഹം വിളിക്കുന്നുണ്ട്. അപ്പോൾ MLA പറയുകയാണ് ജയ് ശ്രീകൃഷ്ണ എന്നുകൂടി വിളിക്കാൻ, എങ്കിൽ മാത്രമേ ഈ ഭക്ഷണം നൽകുകയുള്ളൂ എന്ന്. വിശന്നിട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റു വഴിയൊന്നുമില്ലാഞ്ഞിട്ടായിരിക്കാം രണ്ടും ആ മനുഷ്യൻ പറയുന്നു. ഉത്തർപ്രദേശിലാണ് ഇപ്പോൾ സംഭവം. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എവിടേക്കാണ് നമ്മളെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്? ഈ ശ്രീരാമൻ എന്ന് പറഞ്ഞത് ആരാ? ഭഗവാനാണ്. ആരെ? ഹിന്ദുക്കളുടെ ഹൈന്ദവരുടെ ഭഗവാനാണ് ശ്രീരാമൻ. അല്ലാതെ കൊള്ളസംഘത്തിൻ്റെ തലവനല്ല ശ്രീരാമൻ. ഇതാരാ തിരിച്ചറിയേണ്ടത്? ഈ ശ്രീരാമനെ ഇതിലേക്കൊക്കെ വലിച്ചയക്കുന്നവരാ തിരിച്ചറിയേണ്ടത്. ഹിന്ദുക്കളെ ഞാൻ കുറ്റം പറയില്ല, കാരണം അവർക്ക് ശ്രീരാമൻ ഭഗവാനാണ്, ദൈവമാണ്, നമ്മുടെ അള്ളയാണ്. അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവരിതിലേക്ക് ശ്രീരാമനെ വലിച്ചയക്കണമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു പശുക്കടത്തുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും പശുവിനെ കൊണ്ടുപോവുകയാണെങ്കിൽ ആ കൊണ്ടുപോകുന്ന ആളെ തല്ലിക്കൊല്ലുമ്പോൾ ഇവർ വിളിക്കുന്നത് ജയ് ശ്രീറാം എന്നാണ്. ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഇവർ നടത്തുമ്പോൾ ഇവർ വിളിക്കുന്നത് ജയ് ശ്രീറാം എന്നാണ്. ഹജ്ജോ ഉംറയോ കഴിഞ്ഞ് വരുന്ന ആളുകളുടെ വണ്ടി തടഞ്ഞു നിർത്തി അതിൽ ആളെ പുറത്തിറക്കിയിട്ട് ഇവർ വിളിക്കാൻ ആവശ്യപ്പെടുകയാണ്
ജയ് ശ്രീറാം. മദ്രസകളും പള്ളികളും തകർക്കുമ്പോൾ ഇവർ വിളിക്കുകയാണ് ജയ് ശ്രീറാം. ചർച്ചുകളും ക്രിസ്ത്യാനികളെയും ആക്രമിക്കുമ്പോൾ ഇവർ വിളിക്കുകയാണ് ജയ് ശ്രീറാം. രാജ്യത്ത് അരാജകത്വവും അക്രമവും നടത്തുമ്പോൾ ഇവർ വിളിക്കുകയാണ് ജയ് ശ്രീറാം. ഒടുവിൽ CJP വന്ന് വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ സമരം ചെയ്തപ്പോൾ അവരെ ആട്ടി ഓടിക്കാൻ വന്ന സംഘപരിവാറുകാരും വിളിച്ചു ജയ് ശ്രീറാം. യഥാർത്ഥത്തിൽ ഇതൊക്കെ ശ്രീരാമൻ സഹിക്കോ? സംഘികളെ ഹിന്ദുക്കളോട് ഞാൻ ചോദിക്കില്ല, കാരണം ഹിന്ദുക്കൾ ഈ വിഭാഗത്തിലില്ല. ഇത്രയൊക്കെ അക്രമങ്ങൾ നടത്തി ആ അക്രമങ്ങളൊക്കെ നടത്തുമ്പോൾ ആദ്യമോ അവസാനമോ നിങ്ങൾ വിളിക്കുന്ന ജയ് ശ്രീറാം, ശ്രീരാമൻ ഇതായിരുന്നോ പണി? അല്ലെങ്കിൽ ശ്രീരാം ഇത്തരം പണികൾക്കായിട്ട് നിങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? ഇത് ശരിക്കും മറുപടി കൊടുക്കേണ്ടതാരാ? ഹിന്ദുക്കളാണ്. അതായത് നിങ്ങളെ ഭഗവാനെ വെച്ചിട്ടാണ് ബലി കളിക്കുന്നത്. സംഘികളും BJPക്കാരും RSSകാരും യഥാർത്ഥ ഹിന്ദു വിശ്വാസികളെ ഭഗവാനെ മുൻനിർത്തിയാണ് വോട്ട് പിടിക്കുന്നതും കളിക്കുന്നതും അക്രമങ്ങൾ നടത്തുന്നതും. അപ്പോൾ ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് ഹിന്ദു വിശ്വാസികളാണ്. ഹിന്ദു വിശ്വാസികളാണ് ഇതിനെതിരെ പ്രതികരിക്കേണ്ടത്. കാരണം ഇവിടെ തല്ലിക്കൊല്ലുമ്പോൾ വിളിക്കാനുള്ള മുദ്രാവാക്യമാണോ ജയ് ശ്രീറാം? ആൾക്കൂട്ട അക്രമങ്ങൾ നടത്തുമ്പോൾ വിളിക്കാനുള്ള മുദ്രാവാക്യമാണോ ജയ് ശ്രീറാം? പള്ളികളും മദ്രസകളും ചർച്ചുകളും ക്രിസ്ത്യൻ ദേവാലയങ്ങളൊക്കെ തകർക്കുമ്പോൾ ഏറ്റുവിളിക്കാനുള്ള മുദ്രാവാക്യമാണോ ജയ് ശ്രീറാം? പട്ടിണി കിടക്കുന്നവൻ്റെ മുന്നിൽ ജയ് ശ്രീറാം വിളിക്കാൻ ആവശ്യപ്പെടുന്നു. ശ്രീരാമൻ ഇത് സഹിക്കോ? ഏതെങ്കിലും ഭഗവാൻ, മുസ്ലിമിലായാലും ഹിന്ദുവിലായാലും ക്രിസ്ത്യാനിയിലായാലും ദളിത് ഏതെങ്കിലും ഒരു ദൈവത ക്ഷമിക്കോ? ഇത് സഹിക്കോ? ഇതിനൊക്കെ കൂട്ടിക്കലാണോ ദൈവങ്ങൾക്ക് പണി? ആണോ? അതോ മനുഷ്യന് നന്മ ചെയ്യലോ? അതോ മനുഷ്യന് നേരായ വഴി കാണിച്ചു കൊടുക്കലാണോ ദൈവത്തിൻ്റെ പണി? നിങ്ങളൊന്ന് പറയണം. അപ്പോൾ ഇതിന് കൃത്യമായിട്ട് മറുപടി കൊടുക്കേണ്ടത് യഥാർത്ഥ ദൈവവിശ്വാസികളായ ഹിന്ദുക്കളാണ്. നിങ്ങളുടെ ദൈവങ്ങളെ മുൻനിർത്തിയാണ് ഇവർ ഈ അക്രമങ്ങളെല്ലാം അയച്ചുവിടുന്നത്. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായ ദൈവങ്ങളെയാണ് ഇവർ ഈ തെരുവിൽ വലിച്ചു കീറുന്നത്, അപമാനിച്ച് തകർക്കുന്നത്. ഇത് യഥാർത്ഥ ഹിന്ദു വിശ്വാസികൾ തിരിച്ചറിയണം.